സ്റ്റോക്ക്ഹോം നഗരത്തിൻ്റെ തിരക്കിനും ശബ്ദത്തിനും അകലെ മഞ്ഞുമൂടിയ പർവ്വതങ്ങൾക്കും പൈൻമരങ്ങൾക്കും നടുവിൽ ഒരു പച്ചയുടെ ലോകം. അതാണ് തിറസ്റ്റ നാഷണൽ പാർക്ക്. പ്രകൃതിയുടെ ശാന്തതയും മനുഷ്യൻ്റെ ഓർമ്മകളും ചേർന്ന പവിത്രമായ സ്ഥലം. ഇന്ന് നമ്മുടെ യാത്ര ഇവിടേക്കാണ്. 1993 സ്ഥാപിതമായ തിറസ്റ്റ സ്വീഡൻ്റെ ഹൃദയത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ജീവിച്ചിരിക്കുന്ന ചരിത്രമാണ്. ഇവിടം സന്ദർശിക്കുന്നവർ ഒരു വേറിട്ട ലോകത്തിലേക്ക് പ്രവേശിക്കുന്നു. കാടിനുള്ളിൽ 30-ലധികം തടാകങ്ങളും നീർച്ചാലുകളുമുണ്ട്. 1999 ഇവിടെയുണ്ടായ തീപിടുത്തം പ്രകൃതിയുടെ സ്മരണയിൽ ഇപ്പോഴും ജീവനുള്ളതാണ്. പക്ഷേ അതിനുശേഷം ഇവിടം വീണ്ടും പച്ചയായി വളർന്നു. പഴമയും പുതുമയും ചേർന്ന പ്രകൃതിയുടെ പുനർജനനം പോലെ. ഇവിടുത്തെ ഓരോ വഴിയും ജീവൻ്റെ പാഠങ്ങളാണ്. മൂസ്, റോഡിയർ, കുറുക്കൻ, മുയൽ എല്ലാവരും ഈ കാടിൻ്റെ ശബ്ദത്തിൽ ലയിക്കുന്നു. ആകാശത്ത് പറക്കുന്ന പക്ഷികൾ പ്രകൃതിയുടെ താളമാണ്. ഇവിടെയുള്ള പൈൻമരങ്ങളിൽ ചിലത് 400 വർഷം പഴക്കമുള്ളവയാണ്. ഇത് സ്കാൻഡിനേവിയയിലെ ഏറ്റവും പഴയ കാടുകളിലൊന്നാണ്. 35 കിലോമീറ്റർ നീളമുള്ള ട്രെക്കിംഗ് പാതകൾ ഇവിടെയുണ്ട്. കാടിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ചെറിയ ഗ്രാമം, അതാണ് തിറസ്റ്റ ബി. ഇവിടെ ഇപ്പോഴും പഴയ സ്വീഡിഷ് ഗ്രാമജീവിതം നിലനിൽക്കുന്നു. ഇവിടെയുള്ള ഫാം മനുഷ്യനും പ്രകൃതിയും എങ്ങനെ ഒരുമിച്ച് ജീവിക്കാം എന്നതിൻ്റെ മാതൃകയാണ്. കുട്ടികൾക്ക് മൃഗങ്ങളെ കാണാനും സ്പർശിക്കാനുമുള്ള പെറ്റിംഗ് ഏരിയയും ഫാമിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ കഴിയുന്ന കഫേയും ഷോപ്പും ഇവിടെയുണ്ട്. ഈ ഫാമിൻ്റെ പ്രധാന ലക്ഷ്യം പഴയ സ്വീഡിഷ് ഗ്രാമജീവിതം എങ്ങനെയായിരുന്നു എന്ന് സന്ദർശകരെ കാണിക്കാനും കുട്ടികൾക്ക് കൃഷിയെയും മൃഗങ്ങളെയും കുറിച്ച് പഠിപ്പിക്കാനും ആണ്. സൂര്യൻ മങ്ങുന്ന സമയത്ത് ഇവിടുത്തെ കാടുകൾ സ്വർണ്ണ നിറമായി തിളങ്ങുന്നു. മനുഷ്യനോട് അവർ പറയുന്നത് ഒരേ ഒരു കാര്യം: പ്രകൃതി ഒരു സന്ദർശന സ്ഥലം മാത്രമല്ല, അത് ഒരു ആശ്രയവും കൂടിയാണ്. ഇതൊരു കാട് മാത്രമല്ല, മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ പ്രതീകവുമാണ്.